അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? അത് ചെയ്യുന്നതിനെ അത്രത്തോളം മഹത്തരമായി കണ്ടതുകൊണ്ട് കൂടിയാണ് പറയുന്നത് അല്ലെ? അതങ്ങനെയല്ലാന്ന് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. അതേസമയം ആ വ്യക്തി ഇങ്ങനെ പറയുകയാണ്, ഇവിടെ ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മഹത്തരമായിട്ടുള്ള ആൾക്കാരാണ്, താഴെത്തട്ടിലുള്ളതെല്ലാം വെറും തെണ്ടികളാണ് എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടടിക്കാം. ഈ ഓടിച്ചിട്ടടിക്കാനുള്ള വിഷയം എന്താ അറിയോ? എന്തായാലും ജാതീയത വളരെയധികം വൃത്തിയായിട്ട് അഖിൽമാര് ചർച്ച ചെയ്യുമ്പോഴാണ് സുരേഷ് ഗോപി അപ്പൊ ജാതീയത തന്നെയല്ല പറയുന്നത് അല്ലേ? എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? എനിക്ക് നമ്മുടെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ എനിക്ക് അടുത്ത തവണ ജനിക്കണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജനിച്ച ജാതി ഒന്നും അത്ര പോരാന്ന്, അയ്യപ്പനെ പൂജിക്കുന്ന ജാതിയിൽ ഞാൻ ജനിക്കണം എന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരൊറ്റ പറച്ചിലോട് കൂടിയിട്ട് അദ്ദേഹം എന്താണ് പറയാതെ പറഞ്ഞു വെച്ചത്? നമ്പൂതിരി സമുദായത്തിൽ പിറക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ല ജാതി, മറ്റുള്ള ജാതികളെല്ലാം നീച ജാതികളാണ്, അവർക്ക് ഒരു കഴിവുമില്ല എന്ന് നമ്മുടെ ഒരു MP സ്ഥാനത്ത് ഇപ്പോൾ കേന്ദ്ര മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ന്യായീകരണമാണ് ഇപ്പോൾ അഖിൽമാരാർ ഈ പറയുന്നത്. നിങ്ങൾ കേട്ടത് പച്ചയ്ക്ക് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയെ ന്യായീകരിക്കുന്നു, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രനെ അവിടുന്ന് അടിപൊളി. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചാണ്. അതിർത്തികളില്ലാത്ത ലോകത്തെ കുറിച്ച് പുള്ളി സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ യുദ്ധങ്ങളെ നമ്മുടെ തിരുവിതാംകൂർ ഒന്നിച്ചില്ലേ, മറ്റേത് ഒന്നിച്ചില്ലേ, കൊച്ചി ഒന്നിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൊച്ചി രാജ്യം കൊച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഇവിടെ നിന്ന് പഞ്ചാബ് വരെയുള്ള ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പുള്ളിയുടെ വീട്ടിൽ മധുരം, ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം വീട്ടിൽ മധുരം ഇട്ടിരിക്കും. ഈ ചിരിച്ചു തിമിർക്കുന്ന അഖിൽമാരാർ അറിയാൻ വേണ്ടിയിട്ടാണ് മൈത്രന് സ്വന്തമായിട്ട് വീടില്ല. പിന്നെ നിങ്ങൾ ഏത് വീടിന്റെ മതിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മതിലില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അതിർത്തികളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന മൈത്രേയന് സ്വന്തമായിട്ടൊരു വീടില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആകെയുള്ളത് 2 ബാഗാണ്. അതിൽ വസ്ത്രങ്ങളും മറ്റും ആവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. യാത്ര ചെയ്യുന്നു, സുഹൃത്തുക്കൾ വീട്ടിൽ താമസിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഭാര്യയുണ്ട്, അവർക്ക് വീടുമുണ്ട്. വേണമെങ്കിൽ മൈത്രേന്റെ വീട് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാൻ കേട്ടോ. പക്ഷേ ഒപ്പം തന്നെ പറയുന്നത് മൈത്രേയനെ ഒരൊറ്റ നിമിഷം കിട്ടിയാൽ മതി, എൻ്റെ മുമ്പിലേക്ക് ചർച്ച കിട്ടിയാൽ മതി, ഞാൻ അടിച്ച് പതിരെ അവിടെ ഇടുന്ന. ആ ഒരു പ്രായം ചെന്ന മനുഷ്യനെ കൈകൊണ്ട് അടിക്കേണ്ടി വരും. നിന്റെ ഈ ഒരു ബിഗ് ബോസിന്റെ തലച്ചോറുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മൈത്രേയനുമായിട്ട് മുട്ടാൻ നടക്കൂല സുഹൃത്തെ, നടക്കില്ല. അതൊന്നും മനസ്സിലാക്കിയാൽ നന്നു കേട്ടോ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ പാമ്പ് പൊട്ടി വീഴത്തില്ലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആയി കിടന്നുറങ്ങുന്നത്. ഈ കിടക്കുന്ന ഫ്ലാറ്റ് ഇടിഞ്ഞു കൂത്തി വീഴത്തില്ലെന്ന് ഭൂകമ്പം, ഇത് അതാ വിശ്വാസം. മുല്ലപ്പെരിയാർ പൊട്ടത്തില്ലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് കേരളത്തിലെ ആൾക്കാർ കഴിയുന്നത്. പക്ഷെ ആളുടെ സങ്കല്പവും യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവരും അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയണം. എന്താണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രേയൻ പഠിക്കണം. മൈത്രേയൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ മൈത്രേയന് മനസ്സിലാവും, താനീ അലഞ്ഞു നടന്ന് ചെന്ന് കേറുമ്പോ അവിടെ എഴുതി വെച്ചേക്കുന്നു, അത് നീ ആകുന്നു. 41 ദിവസം വ്രതമെടുത്ത് കാടും മലയും താണ്ടി കാണാൻ വേണ്ടി ചെറിയ പിള്ളേരെ കൂടെ സംസാരിക്കുന്ന ഈശ്വരൻ നീ തന്നെയാണ്. നീ ആരെ അന്വേഷിച്ച് നടന്നോ ആ ഈശ്വരൻ നീ തന്നെയാണ്. നിന്റെ ശരീരത്തിനുള്ളിലാണ് ഈശ്വരനും മനുഷ്യനും ഒക്കെ ഉള്ളത്. നീ തന്നെയാണ് നന്മയും, നീ തന്നെയാണ് തിന്മയും. ഈ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ സമയമെടുക്കും. അവിടാണ് എങ്ങനെയുണ്ട് ആ തിരിച്ചറിവ് നമ്മുടെ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന പറയുന്നത്. ഇത്തരം ഈ ഒരു കുയുക്തിവാദങ്ങളായിട്ട് എൻ്റെ പൊന്നു സുഹൃത്ത്, നീ മൈത്രേന്റെ മുമ്പിലേക്ക് ചെല്ലാതിരിക്കുക നല്ലത്. മൈത്രേയൻ നിന്നെടുത്തിട്ട് തേച്ചൊട്ടിച്ചളയെ, പിന്നെ കുറച്ചു കാലം നീ ഫുൾ എയറിലായിരിക്കും. മൈത്ര എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചോ, ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനല്ല, പക്ഷെ ആ ഒരു മനുഷ്യന്റെ അറിവിനെ കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഈ ബിഗ് ബോസിൽ കിട്ടുന്ന വിവരമൊന്നും അല്ല എൻ്റെ പൊന്നു സുഹൃത്തെ നമ്മുടെ മൈത്രേന്റെ കയ്യിലുള്ളത്. ഒരു സിമ്പിളി ഇപ്പൊ ദൈവത്തെക്കുറിച്ച് ഗംഭീര വർത്തമാനം പറയുന്നുണ്ടല്ലോ, ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം കാണിക്കാൻ കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഒമർ ലുലു മൈത്രേനെ ഇന്റർവ്യൂ ചെയ്ത ഒരു ചെറിയ വീഡിയോ കൂടി ഉണ്ട്. രണ്ടൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാനത് വെക്കുന്നത്. ഒന്ന് കണ്ടു കേട്ടോ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ബൈ സുഹൃത്തുക്കളെ, ഒന്ന് സബ് ചെയ്യണേ. ബൈ. ദൈവം ഇല്ല എന്ന് തെളിയിക്കാനുള്ള ഇല്ലാത്തതിനെ എങ്ങനെ ഇല്ലാതാക്കും?
നമുക്ക് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. കസേര ഇല്ലാത്തതാണോ? നമ്മൾ ഉണ്ടാക്കിയതാ. തിരുവനന്തപുരം നമ്മൾ ഉണ്ടാക്കിയതാ. ഇന്ത്യ നമ്മൾ ഉണ്ടാക്കിയതാ. ഇത് ഏതെങ്കിലും കോഴിക്കുണ്ടോ? ഇത് നമുക്ക് അത് പറയാൻ ഇന്ത്യയിലെ പറ്റില്ല. നമുക്ക് പറയാൻ മനുഷ്യനുണ്ടാക്കിയ പറ്റില്ല. ദൈവങ്ങളെ ഉള്ളൂ, മനുഷ്യനുണ്ടാക്കിയ രാജ്യങ്ങളെ ഉള്ളൂ, മനുഷ്യനുണ്ടാക്കിയ സ്ഥലങ്ങളെ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയതാണിത്. എന്തത്ര സംശയം? അതുകൊണ്ട് ദൈവമുണ്ട്. എങ്ങനെയാ ഉള്ളത്? നമ്മളുണ്ടാക്കിയതാണ്, അതില്ലാത്തതല്ല. അതെങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അത് കേട്ടു. അത് ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നോണ്ടാണ് ഈ കുഴഞ്ഞു പോകുന്നത്. ഇല്ല, ഞങ്ങൾ മനുഷ്യനുണ്ടാക്കിയ ദൈവം ഉണ്ട്. അതെ, അതുണ്ട്. പിന്നത്തെ എത്ര പേടി? നല്ല ഉഷാറായിട്ട് പറയണം ദൈവം ഉണ്ടോ? ഉണ്ട്. പക്ഷെ കിട്ടിയ 2 ഞാൻ കൊടുക്കും എന്ന് പറയാം. കാരണം ഈ ഇത്രയും മോശമായിട്ട് എത്ര വർഷമായിട്ട് ഈ ഭൂമിയും നമ്മളെ പോലെ ചുരുങ്ങിയ പക്ഷെ എന്നെങ്കിലും ഉണ്ടാക്കാതിരിക്കത്തില്ലേ? ബുദ്ധിയുള്ള ഒരു ദൈവത്തിനെ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അച്ഛനിട്ട പേരാണോ അത്? മൈത്രേയൻ? അല്ലല്ല, ഞാൻ തന്നെ ഇട്ടതാ. ചേട്ടൻ തന്നെ ഇട്ടതാണ്. എന്താ ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? മൈത്രേയൻ എന്ന് പറഞ്ഞാൽ മൈത്രിയുള്ള ആള്, സുഹൃത്ത്, സുഹൃത്ത്. മറ്റുള്ളവരുടെ സുഹൃത്ത്. വേണേ ഞാനിപ്പോ ജീവിക്കുന്നതാണ്. കനി എന്താ വിളിക്കല് ചേട്ടന്? അച്ഛൻ തന്നെ വിളിക്കല്? മൈത്രേയൻ എന്നാണ് വിളിക്കുന്നത്. പേരെ വിളിക്കല്? മൈത്രേയൻ. പിന്നെ പ്രണയമുള്ളവരൊക്കെ മൈത്രു എന്നൊക്കെ വിളിക്കും. മൈത്രു. ചേട്ടൻ പാട്ട് പാടോ? ഇല്ല, ഇല്ല. പാട്ട് പാടാനേ അറിഞ്ഞോളൂ. പാട്ട് പാടാൻ അറിയില്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും കുറച്ച് പാട്ട് പാടാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. കനിയൊക്കെ പാടോ? കനിയ മൂച്ച് പിടിച്ച് പാടുന്നതാണ്. പക്ഷെ എന്നാലും നല്ലൊരു പാട്ടുകാരിയൊന്നുമല്ല. എന്നാലും അവള് ഒരു ജയശ്രീക്ക് നന്നായി പാടാൻ അറിയാമായിരുന്നു. ജയശ്രീ എന്റെ പാർട്ണറാണ്. റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചേച്ചി ഉപേക്ഷിച്ച് പോവുകയായിരുന്നെങ്കിലോ? ജയശ്രീ ഉപേക്ഷിച്ച് പോകാനുള്ള അവകാശമുള്ള ആളാണ്. തീർച്ചയായിട്ടും. എപ്പോൾ വേണേലും ചെയ്യാം ജയശ്രീക്ക്. അപ്പൊ അതിൽ ചേട്ടന് വിഷമാവോ? ജയശ്രീ ഉപേക്ഷിച്ച വിഷമം ഉണ്ടാവും. വിഷമം വരും. പിന്നെ അത് സംശയമൊന്നുമില്ല. ഇപ്പൊ ജയശ്രീ പറയുകയാണ് ഇനി മേലെ അങ്ങോട്ട് കണ്ണൂരൊക്കെ വരണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമം വരും. കണിശമാണ്. ചേട്ടൻ ഇപ്പൊ പ്രസന്റ് എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ സത്യത്തിൽ എങ്ങും താമസിക്കുന്നില്ല. ഇല്ല. 2 ബാഗേ എനിക്കുള്ളൂ. സ്വന്തമായിട്ട് 2 ബാഗ്?